അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ദുറൂസുൽ ഇസ്ലാം സെക്കൻഡ് പാർട്ട്. അതിലെ 8ാമത്തെ പാഠവും അതിന്റെ തദ്രീബാത്തുമാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക. അദ്ദറസു സാമിൻ, 8ാമത്തെ പാഠം. ഉമ്മി വസ്വലാത്തി. ഈ പാഠം അറബിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിൻ്റെ അർത്ഥമൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പാഠത്തിൻ്റെ അർത്ഥം മാത്രമാണ് പറയുന്നത്. നോക്കൂ, ആദ്യത്തെ പാരഗ്രാഫിന്റെ അർത്ഥമാണ് നമ്മൾ നോക്കുന്നത്. ജുറൈജ് എന്നവർ ആരാധനയിൽ മുഴുകി ജീവിക്കുന്ന ആളായിരുന്നു. ഒരു മഠം നിർമ്മിച്ച് അതിലായിരുന്നു അദ്ദേഹം ആരാധന നടത്തിയിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഉമ്മ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. അദ്ദേഹം നിസ്കരിക്കുകയായിരുന്നു. ആ ഉമ്മ അദ്ദേഹത്തെ വിളിച്ചു, ഓ ജുറൈജെ. ആ സമയം അദ്ദേഹം, റബ്ബേ, എന്റെ ഉമ്മയും എന്റെ നിസ്കാരവും എന്നിങ്ങനെ ചിന്തിക്കുകയും നിസ്കാരം തുടരുകയും ചെയ്തു. അങ്ങനെ ഉമ്മ പിരിഞ്ഞുപോയി. അടുത്ത ദിവസവും ഉമ്മ വന്നു വിളിച്ചു, ഓ ജുറൈജെ. ആ സമയം അദ്ദേഹം, റബ്ബേ, എന്റെ ഉമ്മയും എന്റെ നിസ്കാരവും എന്നിങ്ങനെ ചിന്തിക്കുകയും നിസ്കാരം തുടരുകയും ചെയ്തു. അടുത്ത ദിവസവും ഉമ്മ വന്നു വിളിച്ചു, ഓ ജുറൈജെ. ആ സമയം അദ്ദേഹം, റബ്ബേ, എന്റെ ഉമ്മയും എന്റെ നിസ്കാരവും എന്നിങ്ങനെ ചിന്തിക്കുകയും നിസ്കാരം തുടരുകയും ചെയ്തു. അപ്പോൾ ആ ഉമ്മ ദുആ ചെയ്തു, അല്ലാഹുവേ, അദ്ദേഹത്തെ വേശ്യകളുടെ മുഖത്തേക്ക് നോക്കുന്നതുവരെ നീ മരിപ്പിക്കരുതേ. ഇനി അടുത്ത ഭാഗത്തിന്റെ അർത്ഥം നോക്കൂ. പിന്നെ ബനു ഇസ്രായേലിയർ ജുറൈജിനെയും അദ്ദേഹത്തിന്റെ ആരാധനയെയും കുറിച്ച് പരസ്പരം പറയുകയുണ്ടായി. സുന്ദരിയായ ഒരു വേശ്യ അവർക്കിടയിലുണ്ടായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവനെ കുഴപ്പത്തിലാക്കാം. അവൾ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ നടന്നു. എന്നാൽ ജുറൈജ് റളിയല്ലാഹു അൻഹു അവളിലേക്ക് നോക്കിയതേയില്ല. അപ്പോൾ അവൾ ഒരു ഇടയന്റെ അരികിൽ ചെന്നു. അവൻ അവളെ തന്റെ മഠത്തിലേക്ക് ക്ഷണിച്ചു. അവൾ ഇടയനുമായി അവിഹിതത്തിൽ ഏർപ്പെടുകയും അവൾ ഗർഭിണിയാവുകയും ചെയ്തു. അവൾ പ്രസവിച്ചപ്പോൾ പറഞ്ഞു, ഇത് ജുറൈജിന്റെ കുട്ടിയാണ്. അപ്പോൾ ആളുകളെല്ലാം വരികയും ആശ്രമത്തിൽ നിന്ന് അദ്ദേഹത്തോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയും മഠം പൊളിക്കുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു. അദ്ദേഹം ചോദിച്ചു, എന്തു പറ്റി നിങ്ങൾക്കെല്ലാം? അതായത് ജുറൈജ് റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, എന്തു പറ്റി നിങ്ങൾക്കെല്ലാം? അവർ പറഞ്ഞു, നീ ഈ വേശ്യയുമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. അവൾ ഇപ്പോൾ പ്രസവിച്ചിരിക്കുന്നു. അദ്ദേഹം ചോദിച്ചു, കുട്ടി എവിടെ? അവർ കുട്ടിയുമായി വന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് നമസ്കരിക്കട്ടെ. നമസ്കരിച്ച ശേഷം കുട്ടിയുടെ വയറിന് തട്ടിക്കൊണ്ട് ചോദിച്ചു, മോനെ, ആരാണ് നിന്റെ പിതാവ്? അപ്പോൾ കുട്ടി പറഞ്ഞു, ആ ഇടയനാണ് എന്റെ പിതാവ്. ആളുകളെല്ലാം ജുറൈജിനെ ചുംബിച്ച് കെട്ടിപ്പിടിച്ച് ക്ഷമാപണം നടത്താൻ മുന്നിട്ട് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വർണം കൊണ്ട് നിങ്ങൾക്കൊരു ആശ്രമം പണിതു തരാം. അത് വേണ്ട, മണ്ണ് കൊണ്ടുള്ളത് തന്നെ മതി എനിക്കെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ അവരത് ഉണ്ടാക്കിക്കൊടുത്തു. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ഈ പാഠത്തിന്റെ തദ്രീബാത്ത് നോക്കാം. തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നോക്കൂ. നഖ്റഉ വനഫ്ഹം, വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ്. ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളും അതിന്റെ അർത്ഥങ്ങളുമാണ് നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കതൊന്ന് നോക്കാം. ഇത്തഹദ, ഉണ്ടാക്കി. സൗമ, മഠം. ബന, നിർമ്മിച്ചു. അത്ത, വന്നു. ഇൻസറഫ, പിരിഞ്ഞുപോയി. തീൻ, മണ്ണ്. അക്ബല, തുടർന്നു. മൂമിസ, വേശ്യ. ദൗ, വിടു. ഹമലത്, ഗർഭിണിയായി. ബഗയ്യുൻ, വേശ്യ. ബത്തൻ, വയർ. സന, വ്യഭിചരിച്ചു. ഷാ, ആഗ്രഹിച്ചു. മസഹ, തലോടി. ജാ ബിഹി, കൊണ്ടുവന്നു. തറല, പ്രത്യക്ഷപ്പെട്ടു. ആദ, പുനർനിർമ്മിച്ചു. തഹന, കുത്തി. റായി, ഇടയൻ. തദാക്കറ, ചർച്ച ചെയ്തു. ഖബ്ബല, ചുംബിച്ചു. വലദത്, പ്രസവിച്ചു. സബിയുൻ, കുട്ടി. ഹദമ, തകർത്തു. ജമീല, സൗന്ദര്യമുള്ളവൾ. ഇസ്തൻസല, ഇറങ്ങാൻ ആവശ്യപ്പെട്ടു. ഫത്തന, കുഴപ്പമുണ്ടാക്കി. ഇൽത്തഫത, തിരിഞ്ഞു നോക്കി. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം.
ഇനി നോക്കൂ, തദ്രീബാത്തിലെ രണ്ടാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ചോദ്യം നോക്കൂ, മൻ കാന ജുറൈജുൻ. അവിടെ ചോദ്യങ്ങളൊക്കെ അറബിയിലാണ് നമുക്ക് കൊടുത്തിരിക്കുന്നത്, അപ്പൊ ഉത്തരങ്ങൾ നമ്മൾ അറബിയിൽ തന്നെ എഴുതണം. അതിന്റെ അർത്ഥം നോക്കൂ, ജുറൈജ് ആരായിരുന്നു? അപ്പൊ നമ്മൾ അവിടെ കാന ജുറൈജുൻ റജുലൻ ആബിദൻ. അതിന്റെ അർത്ഥം ജുറൈജ് ആരാധനാനിരതനായ വ്യക്തിയായിരുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കൂ, മാതാ തെഹദ ജുറൈജുൻ. അതിന്റെ അർത്ഥം ജുറൈജ് എന്താണ് ഉണ്ടാക്കിയത്? ഉത്തരം ഇത്തഹദ ജുറൈജുൻ സൗമകത്തൻ. അതിന്റെ അർത്ഥം ജുറൈജ് ഒരു മഠമാണ് ഉണ്ടാക്കിയത്. 3. മാതാ ദഅത്ത് ഉമ്മു ജുറൈജിൻ. അതിന്റെ അർത്ഥം ജുറൈജിന്റെ ഉമ്മ എന്താണ് ദുആ ചെയ്തത്? ഉത്തരം അല്ലാഹുമ്മ ലാ തുമിതുഹു ഹത്താ യൻളുറ ഇലാ വുജൂഹിൽ മുമിസാത്ത്. അതിന്റെ അർത്ഥം അല്ലാഹുവേ, അദ്ദേഹത്തെ വേശ്യകളുടെ മുഖത്തേക്ക് നോക്കുന്നതുവരെ നീ മരിപ്പിക്കരുത്. നാലാമത്തെ ചോദ്യം, മിമ്മൻ ഹമലത്തിൽ ബഗിയോ. വേശ്യ ആരിൽ നിന്നാണ് ഗർഭിണിയായത്? ഉത്തരം മിനറായി, അതായത് ഒരു ഇടയനിൽ നിന്ന്. അഞ്ചാമത്തെ ചോദ്യം നോക്കൂ, മാതാ സഅല ജുറൈജുനുൽ ഗുലാം. അതായത് ജുറൈജ് കുട്ടിയോട് എന്താണ് ചോദിച്ചത്? ഉത്തരം യാ ഗുലാം മൻ അബൂക. അതായത് മോനെ, നിന്റെ പിതാവ് ആരാണ്? ആറാമത്തെ ചോദ്യം, മാതാ അജാബൽ ഗുലാം. കുട്ടി എന്താണ് മറുപടി പറഞ്ഞത്? ഉത്തരം ഫുലാനു റായി. അതിന്റെ അർത്ഥം, അതായത് നമ്മൾ ഒരു പേര് പറയാതെ ഒരാളെ പറയാണ്, ഇന്നാലിന്ന ഇടയൻ. ഏഴാമത്തെ ചോദ്യം, മാതാ ഫഅലൻ നാസു ബി ജുറൈജിൻ ഹീന അലിമു ബറാഅത്തുഹു. അതിന്റെ അർത്ഥം ജുറൈജിന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടപ്പോൾ ജനങ്ങൾ എന്താണ് ചെയ്തത്? അതിന്റെ ഉത്തരം ഫഅഖ്ബലു അലാ ജുറൈജിൻ യുഖബ്ബിലൂനഹു വയതമസ്സഹൂന ബിഹി വഖാലു നബ്നി ലക സൗമഅതക മിൻ ദഹബിൻ. അതിന്റെ അർത്ഥം ജുറൈജിനെ ആളുകളെല്ലാം ചുംബിച്ചു, കെട്ടിപ്പിടിച്ചു, ക്ഷമാപണം നടത്താൻ മുന്നിട്ട് വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ സ്വർണം കൊണ്ട് ഒരു മഠം നിർമ്മിച്ചു തരാം. തദ്രീബാത്തിലെ മൂന്നാമത്തെ പ്രവർത്തനം നോക്കൂ, നക്തുബു കമാഫിൽ മിസാൽ. ഉദാഹരണത്തിൽ കൊടുത്തതുപോലെ നമുക്ക് എഴുതാനുള്ളതാണ്. 1. ജാ മുഹമ്മദുൻ ബിസ്സബിയി. അതിന്റെ അർത്ഥം മുഹമ്മദ് കുട്ടിയെയുമായി വന്നു. ഇപ്പുറത്ത് നമുക്ക് കൊടുത്തിരിക്കുന്നു അലി പേനയുമായി വന്നു. അത് നമ്മൾ അറബിയിലാക്കിയിട്ട് അവിടെ എഴുതണം. അവിടെ നോക്കൂ, ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അലി അൽ കലം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ജാ അലിയുൻ ബിൽ കലം. അടുത്തത് അബ്ദുറഹ്മാൻ കിതാബ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ജാ അബ്ദുറഹ്മാനു ബിൽ കിതാബി. അടുത്തത് ഹാരിസ് ഖൗസ്. അത് നമുക്ക് എങ്ങനെ എഴുതാം? ജാ ഹാരിസും ബിൽ ഖൗസി. നക്തുബു കമാഫിൽ മിസാൽ. അതിലെ രണ്ടാമത്തെ പ്രവർത്തനം നോക്കൂ, യാ ഉലാമു മൻ അബൂക. അതിന്റെ അർത്ഥം മോനെ, നിന്റെ പിതാവ് ആരാണ്? അറായി, ഇടയൻ. അപ്പൊ ആ ഉദാഹരണത്തിൽ കൊടുത്തതുപോലെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇവിടെ നമുക്ക് ബ്രാക്കറ്റിൽ മുഹമ്മദ് അലി അല്ലെങ്കിൽ റജുലുൻ അലി ഈ പേരുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ സെന്റൻസ് ഉണ്ടാക്കേണ്ടത്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? യാ മുഹമ്മദ് മൻ ഉമ്മുക. അതിന്റെ അർത്ഥം ഓ മുഹമ്മദ്, നിന്റെ ഉമ്മയാരാണ്? അൽ മുഅല്ലിമ. അടുത്തത് നോക്കൂ, യാ അലിയോ മൻ അബൂക. ഓ അലി, നിന്റെ പിതാവ് ആരാണ്? അത്താജിർ. അപ്പൊ അതുപോലെ നിങ്ങൾ അവിടെ എഴുതുക. ഇനി നോക്കൂ, നക്തുബു കമാഫിൽ മിസാൽ. അതിലെ മൂന്നാമത്തെ പ്രവർത്തനം കാന ജുറൈജുൻ റജുലൻ ആബിദൻ. അവിടെ ജുറൈജ് ആരാധനാ നിരതനായ വ്യക്തിയായിരുന്നു. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നു. നോക്കൂ, മുഅല്ലിം, അതിന്റെ അർത്ഥം അധ്യാപകൻ. ആ വാക്ക് വരുന്നത് പോലെ നമ്മൾ ഒരു സെന്റൻസ്. അടുത്തത് സാരിയ, കർഷകൻ. ആ വാക്ക് വരുന്നത് പോലെ ഒരു സെന്റൻസ്. തബീബ്, ഡോക്ടർ. ആ വാക്ക് വരുന്നത് പോലെ ഒരു സെന്റൻസ് നമുക്ക് എഴുതാം. കാന മുഹമ്മദുൻ മുഅല്ലിമൻ. അതിന്റെ അർത്ഥം മുഹമ്മദ് ഒരു അധ്യാപകനായിരുന്നു. അടുത്തത് കാന ഖാലിദുൻ സാരിയൻ. അതിന്റെ അർത്ഥം ഖാലിദ് ഒരു കർഷകനായിരുന്നു. അടുത്തത് കാന അലിയുൻ തബീബൻ. അലി ഒരു ഡോക്ടർ ആയിരുന്നു. അപ്പൊ അതുപോലെ നമ്മൾ അവിടെ സെന്റൻസുകൾ എഴുതുക. തദ്രീബാത്തിലെ നാലാമത്തെ പ്രവർത്തനം നോക്കൂ, നക്തുബു ഇബറൽ ഖിസ്സ. അതായത് ഈ പാഠത്തിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എഴുതാനുള്ളതാണ്. ഇവിടെ നമുക്ക് ആ ഗുണപാഠം കൊടുത്തിരിക്കുന്നു. അക്രമല്ലാഹുൽ ഔലിയാ ബിൽ കറാമ. അതിന്റെ അർത്ഥം നോക്കൂ, അള്ളാഹു ഔലിയാക്കളെ കറാമത്തുകൾ നൽകിക്കൊണ്ട് ആദരിച്ചു. രണ്ടാമത്തത് ദുആ ഉൽ ഉമ്മി അലൽ വലതി മുസ്തജാബുൻ. മക്കൾക്ക് വേണ്ടി ഉമ്മ നടത്തുന്ന ദുആക്ക് പ്രത്യേകം ഉത്തരം ലഭിക്കും. അടുത്തത്
ലാ തുഖ്ബിൽ അലൽ അമലി ബിലാ തഫ്കീർ. അതിന്റെ അർത്ഥം ചിന്തിക്കാതെ അമൽ ചെയ്യാൻ മുന്നിടരുത്. അപ്പോൾ ഇത് നിങ്ങൾ അതുപോലെ എടുത്തിട്ട് അവിടെ എഴുതിയാലും മതി. ഇൻഷാ അല്ലാ അടുത്തൊരു സബ്ജക്റ്റിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.